പകുതിയും തെറിച്ചുപോയ പല വീടുകളും നമുക്ക് ഇവിടെ കാണാനാവും. ഏറെക്കുറെ പൂർണ്ണമായും മണ്ണ് വന്ന് മൂടിയിരിക്കുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ വളരെ സജീവമായി തെരച്ചിൽ ഈ തുടക്കം തൊട്ട് തന്നെ രംഗത്തുള്ള വിഭാഗമാണ്. കോഴിക്കോട് നിന്നാണ് അല്ലേ? കോഴിക്കോട് നിന്നാണ്. ഇപ്പം ഇന്നിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു എന്ന് പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം കാര്യമായിട്ടില്ല, PM-ന് ശേഷമേ ഉണ്ടാവുള്ളൂ. എന്തായിരിക്കും നിങ്ങളുടെ പ്ലാൻ? നമ്മുടെ ഏതാണ്ട് 600ഓളം 570ഓളം ആൾക്കാർ ഇപ്പോഴും സജീവമായിട്ട് പല സ്പോട്ടുകളിലും ഉണ്ട്. പിന്നെ PM വിസിറ്റുമായിട്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ നിന്ന് അറിയിക്കും. അതുവരെ നമ്മൾ തെരച്ചിൽ തുടരും. ഈ ആൾക്കാരെല്ലാം കംപ്ലീറ്റ് സെർച്ചിങ് തുടരും. ഞായറാഴ്ചയും തുടരും. ഉദാഹരണത്തിന് ഈ വീടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇൻമേറ്റ്സ് വന്നു, അതിൽ താമസിച്ചിരുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം വന്നു അവരുടെ സാധനമൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവരുടെ സാധനം കൊണ്ടുപോയി. പക്ഷേ മുകളിൽ നിന്ന് അതിശക്തമായ ഒഴുക്കാണ്. നിങ്ങൾ കാണുന്ന പോലെ വലിയ പാറകൾ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ വീടിനകത്ത് മണ്ണടിഞ്ഞ് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് വാരി മാറ്റി നോക്കി. നമ്മൾ ഏതാണ്ട് ഒരുപാട് ആൾക്കാരെ കിട്ടാനുണ്ടെന്ന് പറയുന്നു. അപ്പം അതിൻ്റെ സാധ്യതകൾ മുൻനിർത്തിയിട്ട് ആ ഒരു കാരണം മുൻനിർത്തി നമ്മൾ ഈ വക സാധ്യതകളും പരിശോധിച്ച് എല്ലാ ഭാഗവും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ചേരും. ഫയർഫോഴ്സിൻ്റെ കോഴിക്കോട് റീജിയൻ്റെ ചുമതലയുള്ള ആളാണ് രജീഷ്. ഇതാ കണ്ടില്ലേ, തകർന്ന ഈ വീടുകൾ, ഈ പുസ്തകങ്ങൾ, ഇത് ആരുടെ? ഈ പാവക്കുട്ടികൾ പഠിച്ച് തുടങ്ങുന്നതിൻ്റെ അക്ഷയ, 3rd BA മലയാളം, കേരള പാണ്ഡ്യം, ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങളുമായി നിൽക്കുന്ന ആളുകൾ, ഉടുമുണ്ട് അടക്കം എല്ലാം നഷ്ടപ്പെട്ട് ഓടി മാറിയവർ. ഇത് ഒരുപക്ഷെ ഇവരുടേതാകണമെന്നില്ല. മറ്റു വീട്ടുകളിൽ നിന്ന് ഒരുപക്ഷെ തെറിച്ചു വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ വീടിൻ്റെ പകുതി കൂടി ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഇതുപോലുള്ള ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ പ്രാണൻ മാത്രം കയ്യിൽ പിടിച്ച് അവർ ഓടി മാറിയപ്പോൾ നഷ്ടമായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഒരു തിരിച്ചുവരവ് എന്തായാലും ഈ വീടുകളിലേക്ക് ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പോൾ ഈ പടുകൂറ്റൻ പാറകൾ കാണുന്നതൊക്കെ അതിനടിയിൽ വീടുകളായിരുന്നു. ആ വീടുകളാണ് പൂർണ്ണമായിട്ടും ഇല്ലാതായത്. ഇത്തരത്തിലുള്ള അവരുടെ പ്രിയപ്പെട്ട വാഹനങ്ങൾ, പ്രിയപ്പെട്ടതെന്ന് അവർ കരുതിയതെല്ലാം നഷ്ടമായതിനു ശേഷം പലരും ആദ്യമായി തിരിച്ചെത്തുകയാണ് ഇവിടേക്ക്. അനൂപിനൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്.